തളി മഹാക്ഷേത്രോത്സവത്തോടനുബന്ധിച്ച് തയ്യാറാക്കിയ സോവനീർ ഈ മാസം 14-ന് പ്രകാശനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള മാതൃഭൂമി ചെയർമാൻ PV ചന്ദ്രന് നൽകി പ്രകാശനം നിർവഹിക്കും. തളി മഹാക്ഷേത്രോത്സവത്തോടനുബന്ധിച്ച് ആഘോഷ കമ്മിറ്റി പുറത്തിറക്കുന്ന വാഗ്വാർത്ത എന്ന് പേരിട്ടിരിക്കുന്ന മാഗസിൻ ഈ മാസം 14-ന് പ്രകാശനം ചെയ്യും. കാലത്ത് 10-ന് ക്ഷേത്ര പരിസരത്ത് സജ്ജമാക്കിയ പ്രത്യേക വേദിയിൽ വെച്ച് ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള മാതൃഭൂമി ചെയർമാനും മാനേജിംഗ് എഡിറ്ററുമായ PV ചന്ദ്രന് ആദ്യ കോപ്പി നൽകിയാണ് പ്രകാശനം നിർവഹിക്കുക. എന്തു തന്നെയായാലും നിങ്ങളുടെ ഇപ്പോഴത്തെ സഹായ സഹകരണങ്ങൾ ഞങ്ങൾക്ക് വളരെ ഊർജം തന്നിട്ടുണ്ട് എന്നുള്ള കാര്യം നിങ്ങളോട് അറിയിക്കുകയാണ്. ഗോവ ഗവർണർ ശ്രീധരൻപിള്ള സാറാണ് ഇത് പ്രകാശനം ചെയ്യുന്നത്. അദ്ദേഹത്തിൽ നിന്ന് മാതൃഭൂമിയുടെ മാനേജിംഗ് എഡിറ്റർ ശ്രീ PV ചന്ദ്രനാണ് ഈ സോവനീർ ഏറ്റുവാങ്ങുന്നത്. ചടങ്ങിൽ പ്രമുഖ വ്യക്തികളെ തെരഞ്ഞെടുക്കുന്ന പ്രസ് റിലീസിലുണ്ട് പങ്കെടുക്കുന്നുണ്ട്. എന്നോട് പറഞ്ഞിരിക്കുന്നത് ഈ സോവനീറിനെ കുറിച്ച് സംസാരിക്കാനാണ്. സോവനീറിന്റെ പേര് വാഗർത്ത എന്നാണ്. അത് കാളിദാസന്റെ ശാകുന്തളത്തിലുള്ള ഒരു ശ്ലോകത്തിൽ നിന്ന് ഞങ്ങൾ കടം കൊണ്ടൊരാശയമാണ്. ശ്ലോകം ഏതാണ്ട് ഇങ്ങനെയാണ്: വാകൃത്ത വി സംതൃപ്തവും വാകൃത്ത പ്രതിബദ്ധയെ ജഗതഃ പിതരൗ വന്ദേ പാർവതി പരമേശ്വര എന്ന് വെച്ചാൽ വാക്കും അർത്ഥവും സംയോജിച്ചിരിക്കുന്നത് പോലെ, വാക്കിന് അർത്ഥം വന്നതുപോലെ സംയോജിച്ചിരിക്കുന്നത് പോലെ തളി മഹാക്ഷേത്രത്തിൽ കുടികൊള്ളുന്ന ശ്രീ പരമേശ്വരനും ശ്രീ പാർവതിയും അർദ്ധനാരീശ്വര സങ്കല്പം എന്നതുപോലെ തളി ക്ഷേത്രത്തിൽ പാർവതി പരമേശ്വരന്മാർ കുടികൊള്ളുന്ന എന്ന അർത്ഥത്തിലാണ് തളി മഹാക്ഷേത്രത്തോടനുബന്ധിച്ചിട്ടുള്ള ഈ സോവനീറിന് വാഗർത്ത എന്ന പേര് നൽകിയിരിക്കുന്നത്. കേരളത്തിലെ പ്രഗത്ഭരായ എഴുത്തുകാരുടെ സൃഷ്ടികളാൽ സമ്പുഷ്ടമാണ് മാഗസിൻ. വാർത്താ സമ്മേളനത്തിൽ ആഘോഷ കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് ഗോവിന്ദ് ചന്ദ്രശേഖർ, ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ മനോജ് കുമാർ, മുഖ്യ രക്ഷാധികാരി ശ്രീകുമാർ കോറമത്ത്, ബാലകൃഷ്ണൻ ഏറാടി തുടങ്ങിയവർ സംബന്ധിച്ചു. ACV ന്യൂസ്, കോഴിക്കോട്.